ബാങ്ക് ജോലിയുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്ന ഒരു ബിരുദനെക്കുറിച്ചുള്ള വാർത്തയാണിത്. തൃശ്ശൂർ കൂർക്കഞ്ചേരിയിലാണ് MDMAയുമായി ബാങ്ക് ജീവനക്കാരൻ എക്സൈസിൻ്റെ പിടിയിലായത്. പടവരാട് സ്വദേശി പ്രവീണിൽ നിന്ന് 40 ഗ്രാമോളം MDMA പിടിച്ചെടുത്തു. ബംഗളൂരുവിൽ നിന്ന് പ്രവീൺ നേരിട്ടാണ് ലഹരി എത്തിച്ചിരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ ലഹരി ഇടപാടുകൾ വിശദമായി പരിശോധിക്കുകയാണ് എക്സൈസ്. പ്രവീണിൽ നിന്നും MDMA വാങ്ങി ഉപയോഗിച്ചവരിൽ ചിലർ നേരത്തെ എക്സൈസിന്റെ പിടിയിലായിരുന്നു. ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നതിനിടെയാണ് നെല്ലങ്കര സ്വദേശി അഖിലിനെ 2 ഗ്രാം MDMAയുമായി പിടികൂടിയത്. അഖിലിനെ ചോദ്യം ചെയ്തതിൽ നിന്നും കൂർക്കഞ്ചേരിയിൽ സ്വകാര്യ ബാങ്കിന്റെ കളക്ഷൻ ഏരിയ മാനേജരായ പ്രവീണാണ് ഇവർക്ക് MDMA വിൽപ്പന നടത്തിയതെന്ന് എക്സൈസ് സംഘം കണ്ടെത്തി. തുടർന്ന് കൂർക്കഞ്ചേരിയിലെത്തി ബാങ്കിന് സമീപം വെച്ച് പ്രവീണിനെ പിടികൂടുകയായിരുന്നു. ഇയാളുടെ സ്കൂട്ടറിനുള്ളിൽ നിരവധി പാക്കറ്റുകളിലാക്കി വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വെച്ച നിലയിലായിരുന്നു MDMA കണ്ടെടുത്തത്. ബാങ്ക് ജോലിയുടെ മറവിലാണ് പ്രതി ലഹരി മരുന്ന് വിൽപ്പന നടത്തിയിരുന്നത്. ബാങ്കിന് സമീപമെത്തുന്ന ആവശ്യക്കാർക്ക് സ്കൂട്ടറിൽ സൂക്ഷിച്ചിട്ടുള്ള MDMA വിതരണം ചെയ്യുകയായിരുന്നു പ്രതിയുടെ രീതി. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നാണ്, വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നാണ്. അത് കമ്പ്യൂട്ടർ സ്കോഡിലെ മുജീബ് റഹ്മാൻ, PO മുജീബ് റഹ്മാൻ കിട്ടിയ ഒരു വിവരം അനുസരിച്ചാണ് ഞങ്ങളോട് എത്തി. അങ്ങനെയാണ് ഞങ്ങൾ ക്യാച്ച് നടക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് അതാണ് ഒരു ഇതൊക്കെ ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ പിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിൽ ആണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഗ്രൗണ്ടിലും മറ്റുള്ള രീതിയിലും വിദ്യാർത്ഥികളും മറ്റുള്ളവരും കാണാതെ എല്ലാവരും ഈ ഒരു ചെറിയ രീതിയിലുള്ള കഞ്ചാവും ഈ MDMA ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ നേരം പോക്കുകളും മറ്റുള്ള കാര്യങ്ങളും നടത്തുന്നത്. അതിനെ ഞങ്ങൾ വളരെയധികം നിരീക്ഷിച്ച് വരുന്നുണ്ട്. അങ്ങനെ നിരീക്ഷണത്തിൻ്റെ ഒരു ആഴ്ചകളോളം നിരീക്ഷിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു ബാങ്കിൽ നിന്നും തന്നെ ഈ ഒരു സാധനം സപ്ലൈ ചെയ്യുന്ന ആൾ ഇങ്ങനെ സപ്ലൈ ഉണ്ടെന്നുള്ള അറിവ് കിട്ടിയത്. പ്രവീൺ നേരിട്ടാണ് ബംഗളൂരുവിൽ നിന്നും MDMA തൃശ്ശൂരിലെത്തിച്ച് വിൽപ്പന നടത്തിയിരുന്നത്. തൃശ്ശൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സുധീർ KKയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 തൃശ്ശൂർ.